അല്ലു അർജുൻ ജയിലിലേക്ക്. പുഷ്പ 2 റിലീസിന്റെ ഭാഗമായി തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചതിന്റെ പേരിലാണ് നടൻ അല്ലു അർജുനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 5 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അല്ലുവിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഹൈദരാബാദിലെ നാമ്പള്ളി കോടതിയുടേതാണ് വിധി. ചഞ്ചൽഗുഡ ജയിലിലേക്കാണ് അല്ലു അർജുനെ മാറ്റുക. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വസതിയിലെത്തി ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചതിൽ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ തെലങ്കാന കോടതിയെ കഴിഞ്ഞ ദിവസമാണ് സമീപിച്ചത്. പക്ഷേ കേസ് പരിഗണിക്കും മുൻപ് തന്നെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ മാസം 4-ന് ബുധനാഴ്ച രാത്രി 11 മണിക്കുള്ള പ്രീമിയർ ഷോയ്ക്കായി അല്ലു അർജുനും രശ്മിക മന്ദാനയും എത്തിയതിന് പിന്നാലെയാണ് തിയേറ്ററിൽ വലിയ തിരക്കുണ്ടായത്. ഭർത്താവ് ഭാസ്കറിനും 2 മക്കൾക്കൊപ്പമാണ് രേവതി സിനിമ കാണാനെത്തിയത്. എന്നാൽ തിരക്ക് കൂടിയതോടുകൂടി രേവതി കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അല്ലു അർജുൻ തിയേറ്ററിൽ എത്തുന്ന വിവരം വൈകിയാണ് പോലീസിനെ അറിയിച്ചതെന്ന് നേരത്തെ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. സംഭവത്തിന്റെ പേരിൽ സന്ധ്യ തിയേറ്ററിന്റെ ഉടമ, തിയേറ്റർ മാനേജർ, സെക്യൂരിറ്റി ചീഫ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അല്ലു അർജുനെ പ്രതി ചേർത്തത്. അറസ്റ്റ് ചെയ്ത് വസതിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് മുൻപായി ഭാര്യയ്ക്ക് സ്നേഹചുംബനം നൽകുന്നതിന്റെയും മറ്റും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. യുവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വാഗ്ദാനം നൽകിയ അല്ലു അർജുന്റെ അറസ്റ്റ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു.